നമസ്കാരം. പാക്കികൾക്ക് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വാക്പോരിന് മർമ്മം നോക്കി അടികൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് കയർക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ എഴുന്നേറ്റു നിൽക്കാൻ ശേഷിയില്ലെങ്കിലും വെറുതെ വഴിയിൽ കൂടി പോകുന്ന പണിയെല്ലാം ഏണി വെച്ച് പിടിച്ച് സ്വന്തം അക്കൗണ്ടിൽ കൊണ്ടുവന്നിട്ട് ചാവേർ പോലെ സ്വന്തം മണ്ണിൽ തന്നെ കിടന്ന് തന്നെ പൊട്ടിച്ചാവുന്ന പാക്കികൾക്ക് കിട്ടുന്ന പണിക്ക് ഇന്ത്യയെ പഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഒന്നുകിൽ അവനവന്റെ പ്രാപ്തി എന്ത് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന പണി ചോദിച്ചു വാങ്ങാതിരിക്കാനുള്ള ബോധമുണ്ടാകണം. ഇത് രണ്ടുമില്ലാതെ വേരയിൽ കിടക്കുന്ന അണലിയെയും മൂർഖനെയും അനാക്കൊണ്ടയെയും വരെ എടുത്ത് തോളത്തും ഇടുപ്പത്തും വെച്ചിട്ട് പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? എന്നാൽ അതിലും കഷ്ടമാണ് നിർത്താതെയുള്ള കുരയും ബഹളവും. പ്രവൃത്തി കൊണ്ടാണ് പാക്കികൾക്ക് ഉത്തരം കൊടുക്കാൻ ഇന്ത്യക്ക് ഇഷ്ടം എന്നതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മൗനം പാലിക്കുന്നതും അവസാന താക്കീതിനപ്പുറം പാക്കികൾ കത്തിച്ചാമ്പലാകുന്നു. എന്നിട്ടും പഠിക്കാൻ ഉദ്ദേശമില്ലാത്ത പോത്തുകളോട് വേദമോദേണ്ട യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ പാകിസ്ഥാനെതിരെ താലിബാനെ ഇളക്കി വിട്ടതിനു പിന്നിലെ കൈകൾ മോദിയുടേതാണെന്നുള്ള പുതിയ ആരോപണമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് ഇന്ത്യ ഇപ്പോൾ പാക്കികൾക്ക് കൊടുത്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾക്ക് ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെ പ്രതികരിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് രംഗത്ത് വന്നിരിക്കുന്നത്. സ്വന്തം ആഭ്യന്തര പരാജയങ്ങൾക്ക് അയൽക്കാരെ കുറ്റപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ പണ്ടേയുള്ള ശീലമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാൻ ഭീകരവാദത്തിന് അഭയം നൽകുന്നത് പരക്കെ അറിയാവുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്തുന്നതിന് പാകിസ്ഥാൻ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. 3 കാര്യങ്ങൾ വ്യക്തമാണ്. 1. പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് താവളമൊരുക്കുകയും ഭീകര പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. 2. സ്വന്തം ആഭ്യന്തര പരാജയങ്ങൾക്ക് അയൽക്കാരെ കുറ്റപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ പണ്ടേയുള്ള ശീലമാണ്. 3. അഫ്ഗാനിസ്ഥാൻ സ്വന്തം പ്രദേശങ്ങളിൽ പരമാധികാരം പ്രയോഗിക്കുന്നതിൽ പാകിസ്ഥാൻ രോക്ഷാകുലരാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി എണ്ണി പറഞ്ഞുകൊണ്ടാണ് രൺധീർ ജയ്സ്വാൾ പാകിസ്ഥാനെതിരെ ആദ്യ പ്രതികരണം നടത്തിയത്. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും സ്വാതന്ത്ര്യത്തിനും ഇന്ത്യ പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൊവ്വാഴ്ച രാത്രി പാക് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒട്ടേറെ സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടിരുന്നു. പിന്നീട് ഇരു രാജ്യങ്ങളും 48 മണിക്കൂർ വെടിനിർത്തലിന് സമ്മതിച്ചു. വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചത് അഫ്ഗാനിസ്ഥാനാണെന്ന് പാകിസ്ഥാനും മറിച്ചാണെന്ന് അഫ്ഗാനിസ്ഥാനും അവകാശപ്പെട്ടു. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലാണ് ആദ്യം ആക്രമണം ഉണ്ടായത്. ഇതിന് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയ അഫ്ഗാൻ പാകിസ്ഥാന് കഴിഞ്ഞയാഴ്ച തിരിച്ചടി നൽകി. പിന്നാലെയാണ് ചൊവ്വാഴ്ച വീണ്ടും ഏറ്റുമുട്ടൽ ഉണ്ടായത്. പാകിസ്ഥാൻ അല്ലെങ്കിലും ഒളിഞ്ഞും മറഞ്ഞുമിരുന്ന് ആക്രമണം നടത്താനല്ലാതെ അത് നെഞ്ചും നിവർത്തി നിന്ന് സമ്മതിക്കാനുള്ള ചങ്കുറപ്പോ അതിൽ ഉറച്ചു നിൽക്കാനുള്ള നിലപാടോ, ഒടുവിൽ കാലുപിടിച്ചും മാപ്പു പറഞ്ഞും കരഞ്ഞും മൂക്കുപിടിച്ചും ദയാവായ്പ് ഇരന്ന് വാങ്ങുമ്പോൾ അത് സമ്മതിക്കാനുള്ള സത്യസന്ധതയോ ഒന്നുമില്ലല്ലോ. നമ്മുടെ കാര്യം നടത്തണം, എന്നിട്ട് ദൂരെ മാറി നിന്ന് ഇടിച്ചു കാണിക്കണം എന്നതാണ് പാകിസ്ഥാന്റെ രീതി. അതൊരു രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഭൂഷണമാണോ എന്ന് ചോദിച്ചാൽ പാക്കികൾക്ക് തൊലിക്കട്ടി മാത്രം കൂടുതലാണ് എന്ന് പറയേണ്ടി വരും. തൊലിക്കട്ടി കൊണ്ടും ഉളുപ്പില്ലായ്മ കൊണ്ടും മാത്രം ജീവിച്ചു പോകുന്ന ഒരു രാജ്യത്തിന്റെ പേര് ചോദിച്ചാൽ മാത്രം സംശയമൊന്നുമില്ലാതെ പറയാം പാകിസ്ഥാൻ എന്ന്.